നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ലാൽ. UDF നിയമിച്ച ഹെൽത്ത് കമ്മീഷൻ്റെ ചെയർമാനാണ് ഞാൻ. ആ നിലയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, UDF ഹെൽത്ത് കമ്മീഷൻ നിയമിച്ചത് കേരളത്തിലെ ആരോഗ്യരംഗത്തുള്ള പ്രധാന പ്രശ്നങ്ങൾ പഠിക്കാനും അതിന് പ്രായോഗികമായ പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാനുമാണ്. ഇപ്പോൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞങ്ങൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 5 അംഗങ്ങളുള്ളതാണ് ഈ കമ്മീഷൻ. ഞങ്ങൾ ഒരുപാട് വിദഗ്ധരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തുമൊക്കെ ജീവിക്കുന്ന വിദഗ്ധരായിട്ടുള്ള ആരോഗ്യരംഗത്തെ പ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ജീവിതത്തിൻ്റെ തന്നെ വിവിധ മേഖലകളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കൊച്ചിയിലൊരു സിറ്റിംഗ് നടത്തി, ഹെൽത്ത് കമ്മീഷൻ്റെ സിറ്റിംഗ് കൊച്ചിയിൽ. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ വിജയമായിരുന്നു അത്. കാരണം MLA മാർ തന്നെ 3 പേര് വന്നു, 4-5 പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവിടെ വന്നു, നിരവധി കോർപ്പറേഷൻ കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും വന്നു, ആശാ വർക്കർമാരുടെ സംഘടനാ നേതാക്കൾ വന്നു, വ്യത്യസ്ത മേഖലയിലുള്ളവർ, സാധാരണ പ്രവർത്തകർ, യുവജന സംഘടനകളിലൊക്കെ ഉള്ള പ്രവർത്തകർ, അങ്ങനെ പലരും വന്നു. പക്ഷേ ആ സന്തോഷം, ഞങ്ങൾ ഇത്രയും പേര് വരുന്നല്ലോ എന്നുള്ള സന്തോഷം പെട്ടെന്നൊന്ന് മങ്ങാൻ കാരണം അവർ അവതരിപ്പിച്ച വിഷയങ്ങൾ കേട്ടിട്ടാണ്. എറണാകുളം ഒരു ജില്ല, ഏറ്റവും പുരോഗമിച്ച ജില്ലകളിലൊന്നാണ്. അവിടെ പോലും ആരോഗ്യരംഗത്ത് സാധാരണ മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു വസ്തുത അവിടെ മനസ്സിലായി. 100 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് വേണം പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട്, ഒരു ശവശരീരം കൊണ്ടുവരാനായിട്ട്. പലപ്പോഴും ഒരു അപകട മരണം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ അതുപോലത്തെ മരണങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് മരിക്കുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം വേണ്ടി വരുന്നത്. അപ്പോൾ ചിലപ്പോൾ 4-5 സ്ഥലത്ത് ചെന്നിട്ട് അവസാനം ഒരു കളമശ്ശേരി മെഡിക്കൽ കോളേജ് എത്തിയിട്ടായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. മരിച്ച ആളുടെ ബന്ധുക്കൾ പകുതി പേര് അല്ലെങ്കിൽ മുഴുവൻ പേരും വീട്ടിൽ, കുറേ പേര് ഡെഡ് ബോഡിയായിട്ട് വരുന്ന കാത്തിരിപ്പ്, ചിലപ്പോൾ പിറ്റന്നേ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മനുഷ്യനുഭവിക്കുന്ന, സാധാരണ മനുഷ്യർ, പണമില്ലാത്തവനുഭവിക്കുന്ന പ്രത്യേകിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ഒരാൾക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്ക് പൈസ കൊടുക്കാനില്ലാത്ത ഒരാൾക്ക്, അയാൾക്കൊരു സർജിക്കൽ എമർജൻസി അല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം സ്ഥലമില്ല പോകാനായിട്ട്. ആകെ ഉള്ളത് അവിടുത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മാത്രമാണ്. അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി പോകണം. സ്വകാര്യ ആശുപത്രി ചിലവ് താങ്ങാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യർ നാട്ടിലുണ്ട്. ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തവരൊക്കെയാണ് കൂടുതലും. ഇതുപോലത്തെ ഒരുപാട് ജനങ്ങൾ അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾ അവിടെ തിരിച്ചറിയാൻ കഴിഞ്ഞു. പലപ്പോഴും ഇത് മാത്രമല്ല, നമ്മൾ ശബ്ദമുള്ളവരുടെ ശബ്ദമാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. ശബ്ദമുള്ളവർ പലപ്പോഴും സ്വാധീനമുള്ളവരോ പണമുള്ളവരായിരിക്കും. ഇതൊന്നും ഇല്ലാത്ത സാധാരണ മനുഷ്യർ, അരികുവൽക്കരിക്കപ്പെട്ടവർ, ദരിദ്രർ, അവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും കേൾക്കാൻ കഴിയുന്നത് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ, പഞ്ചായത്ത് മെമ്പർമാരിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ നിന്ന്, MLA-മാരിൽ നിന്നൊക്കെയാണ്. MLA-മാരൊക്കെ പറയുന്ന അവരുടെ ഒരു ദിവസം എത്രയെങ്കിലും കേസുകളാണ് ആശുപത്രികളിലേക്ക് വേണ്ടി ഇടപെടേണ്ടി വരുന്നത്. കട്ടില്ലാത്ത തൊട്ട്, അല്ലെങ്കിൽ രോഗി ആരും കണ്ടില്ല എന്നുള്ള പരാതി തൊട്ട്, അല്ലെങ്കിൽ ശസ്ത്രക്രിയക്കുള്ള ഉപകരണം കിട്ടാത്തതുകൊണ്ട്, ഇങ്ങനത്തെ നിരവധി പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മൾ കേരളം നമ്പർ 1 നമ്മൾ അഭിമാനിക്കുന്നുണ്ട്, പല കാര്യത്തിൽ നമ്പർ 1. ഇപ്പോൾ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മാതൃമരണനിരക്ക്, ശിശുമരണനിരക്ക് അത് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നിലാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല, ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം കേരളത്തിലെ ആരോഗ്യരംഗം വികസിച്ചിട്ടുണ്ട്, പക്ഷേ ജനങ്ങൾ അതിന് മുന്നേ കുതിക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്. പണ്ട് 10-12 കുടുംബാംഗങ്ങളുണ്ടായിരുന്ന, അല്ലെങ്കിൽ മക്കളുണ്ടായിരുന്ന കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ കുട്ടികൾ 1-2 ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അവരുടെ ജീവിതം ഏറ്റവും വിലപ്പെട്ടതായി മാറിയിരിക്കുന്നു. അവരുടെ അസുഖങ്ങൾ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റേണ്ട ആവശ്യകത സമൂഹത്തിലുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സ്വകാര്യ ആശുപത്രികൾ ഒരുപാട് വളർന്നിരിക്കുന്നു. ഒരു വശത്ത് നല്ല കാര്യമായിരിക്കുമ്പോൾ തന്നെ 70% പേരും സ്വകാര്യ ആശുപത്രികളിലേക്കാണ് പോകുന്നത്. അവിടെ പോകുന്നതിൽ പാവപ്പെട്ടവരുമുണ്ട്, പണമില്ലാത്തവരുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, അവരെ ബില്ലടയ്ക്കുന്നതോടുകൂടി കുടുംബം ദരിദ്രമായി പോകുന്ന പ്രശ്നം, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയും സിറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പല ജില്ലകളിലേക്കും വരുന്നുണ്ട്, ഉപജില്ലകളിലേക്കും ചില ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരാൻ പരിപാടിയുണ്ട്. ഇത് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതുപോലെ, ഇത് സർക്കാരിനെ തോൽപ്പിക്കാനല്ല, ഇത് ജനങ്ങളെ ജയിപ്പിക്കാനാണ്. ഇപ്പോൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഭരിക്കുന്ന സർക്കാരുകൾക്ക് എപ്പോഴും വിഷമം വരും, അത് അവരെ തോൽപ്പിക്കാനെന്ന് തോന്നുന്നു. അങ്ങനെ ധാരണ വേണ്ട. സർക്കാരിനോടുള്ള യുദ്ധമല്ലത്. ആരെങ്കിലും ചെയ്യേണ്ടിയിരുന്ന കാര്യം UDF ചെയ്യുക, ഭരിക്കുന്നവർ പ്രത്യേകിച്ച് ചെയ്യേണ്ടിയിരുന്ന കാര്യം. അപ്പോൾ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ഈ സർക്കാരിനെ ഞങ്ങൾ അറിയിക്കും. അപ്പോൾ ഇത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ്. ഒരു ദിവസം മുന്നേ പരിഹരിച്ചാൽ ജനങ്ങൾക്ക് അത്രയും ഗുണം ചെയ്യുകയും ചെയ്യും.